ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത്. അതിനായിട്ട് ഇപ്പോൾ ഞാൻ സപ്പോട്ടയാണ് ഇവിടെ യൂസ് ചെയ്യണത്. സപ്പോട്ട ചിക്കു അതാണ് ഇവിടെ യൂസ് ചെയ്യണത്. നമുക്ക് ഏത് സീസണൽ ഫ്രൂട്ട് വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഏത് ഫ്രൂട്ടാണോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് സപ്പോട്ട ഒരു 5 മുതൽ 8 ഒരു സപ്പോട്ട നമുക്ക് എടുക്കാം. സപ്പോട്ടയുടെ ഫ്ലേവർ നന്നായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും യൂസ് ചെയ്യണത്. ഇതിവിടെ വീട്ടിലുണ്ടായിട്ടുള്ള സപ്പോട്ടയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിന്നിവിടെ കാണിക്കണത്. അപ്പോൾ സപ്പോട്ട കുറേ ഉണ്ടായപ്പോൾ അത് ഇങ്ങനെ ആക്കി എടുക്കുകയാണെങ്കിൽ കേടുവരില്ല. പിന്നെ നമുക്ക് ജ്യൂസ് അടിച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇടയ്ക്കൊരു ചേഞ്ചിന് സപ്പോട്ട പുഡിംഗ് ആയിട്ടാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളതാണല്ലോ. പിന്നെ ജ്യൂസ് ആകുമ്പോൾ ആ ഒരു സ്പോട്ടിൽ തന്നെ കുടിച്ച് തീർക്കേണ്ടതാണ്. അപ്പോൾ പുഡിംഗ് ആയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് 1-2 ദിവസമൊക്കെ ഇരിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ നമ്മുടെ സപ്പോട്ട അതിലത്തെ ഉള്ളിലെ കുരു മാറ്റിയിട്ട് നമുക്കതിൽ ഇതേപോലെ ഇങ്ങനെ എടുത്ത് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രൈൻഡറിലിട്ടിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഒരു 6-8 വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല പഴുത്തതായിരിക്കണം എന്ന് മാത്രം. എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ നല്ലൊരു തിക്നെസ്സും കിട്ടും. അതിന് നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒന്ന് ലൂസി ആയി പോവുകയാണ് ചെയ്തത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ നല്ലൊരു തിക്കായിട്ട് കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കുകയാണ്. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മധുരമൊക്കെ നല്ല മധുരത്തിൽ തന്നെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൈന ഗ്രാസിന് പകരം നമുക്ക് ജലാറ്റിൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ ഹലാലായിട്ടുള്ള ജലാറ്റിൻ വേണമെന്ന് മാത്രം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ജലാറ്റിനാണെങ്കിൽ ഒരു ക്രീമി ടെക്സ്ചർ പോലെ അങ്ങനെ ജെല്ലി ടൈപ്പിലായിട്ട് നമുക്ക് കിട്ടും. ചൈന ഗ്രാസ് ആകുമ്പോൾ ഒന്നും കൂടെ ഉറച്ച് കിട്ടും. അപ്പോൾ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഇതിനായി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത്രയും കട്ടി വേണ്ടെങ്കിൽ നമുക്കതിൻ്റെ അളവൊന്ന് കുറച്ച് യൂസ് ചെയ്താലും മതി. അതിലേക്ക് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ മെൽറ്റാക്കി എടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 ലിറ്റർ പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഷുഗർ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ സപ്പോട്ട അതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. എന്നാലും പാലിലും പിന്നെ ചൈന ഗ്രാസ് എല്ലാം കൂടെ വരുമ്പോൾ മധുരം നല്ല കുറവായി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതിലേക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി വരണം. ചൈന ഗ്രാസിൻ്റെ അതെല്ലാം മെൽറ്റായി വരണം. കുറച്ച് മെൽറ്റായിട്ടതിന് ശേഷമാണ് ഞാനിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നാലും നല്ലപോലെ മെൽറ്റായി വരണം. അപ്പോൾ നല്ലപോലെ കുറുകി ഒരു തിക്കായി വരുന്നുണ്ട്. ഭയങ്കര തിക്നെസ്സൊന്നും ആവില്ല. പിന്നെ ഇരുന്ന് സെറ്റ് ആകുമ്പോഴാണ് ചൈന ഗ്രാസ് ഉറച്ച് കിട്ടാറുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറുകി വരില്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. അപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം വേണമെങ്കിലും ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിൽ കിടന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തീ ഓഫാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് അപ്പോൾ തന്നെ തീ ഓഫാക്കിയിട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് വെറുതെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നൊരു തിക്കായി വരും. എന്നിട്ട് നമ്മൾ മധുരം ഏകദേശം എന്തോരുണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഷുഗർ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ മിൽക്ക് മെയ്ഡ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇത്രയുള്ള സിമ്പിളായിട്ട് നമുക്ക് ഏത് സീസണൽ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്കിപ്പോൾ ആപ്പിൾ ആണെങ്കിലും ഏത് സീസണൽ ഫ്രൂട്ട് ആണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഒരു ലവ് ഷേപ്പുള്ള ഒരു ഇതിൽ വെച്ചിട്ട് അതിലും ഒന്ന് മോൾഡിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഡെക്കറേഷനൊന്നും ആവശ്യമില്ല. ഇതിൽ ഓൾറെഡി ആ ഒരു നല്ല ഫ്ലേവർ ഉണ്ട്, ചിക്കുവിൻ്റെ സപ്പോർട്ടയുടെ നല്ല ഫ്ലേവർ ഉണ്ട്. അതുകൊണ്ട് നമുക്കിതിലേക്ക് വാനില എസൻസ് അങ്ങനത്തതൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഫ്രൂട്ടിൻ്റെ നല്ല ഫ്ലേവർ തന്നെ കിട്ടാനുള്ള തരത്തിലാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് നോക്കാം. ഇതാ കണ്ടോ, നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഈസി റെസിപ്പി തന്നെയാണ്.